ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മന്നാടിയാർ. ആ മനുഷ്യനെയാണ് നീ നിന്നെ നീ എണ്ണി തുടങ്ങി. ബല തപ്പിക്കോ, നാളെ രാവിലെ വന്നാൽ മതി. സാർ. ഇവിടെ വേണ്ടി എന്നായിരിക്കും. അത് പഠിപ്പിക്കാനല്ലോ മന്നാടിയാർ വന്നു. യൂണിഫോം നീ ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഒരു മൂന്നാംകിട റൗഡിക്ക് വേണ്ടി അച്ഛന്റെ പ്രായമുള്ള സാധു മനുഷ്യന്റെ ചെകിട്ടത്ത് നീ അടിച്ചു. നരിമാൻ, ജോലി രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ കൈ കൊണ്ട് അടി കൊള്ളുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ? ഇനി നീ എന്റെ കഷ്ടപ്പെട്ടാൽ മന്നാടിയാർ അത് ഓർക്കില്ല. I will send the boys, sir. Excuse me. One Mr. Fernandez from Bombay. ഏത് റൂമാ? 506.
എന്താ കേസ്? അടിപിടി കേസാ, ഒരാഴ്ചത്തെ റിമാൻഡില്ല. സബ് ജയിലിലൊന്നും സ്ഥലമില്ലേടോ. സ്ഥലമില്ലാത്തോണ്ടല്ലേ സാറേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒപ്പിട്. രണ്ടുപേർക്ക് ജയിൽ ഡ്രസ് കൊടുക്കും. അലിയൻ ചത്തപ്പോ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അതെ, മന്നാടിയാർ തന്നെ. ജയിലെന്താ മന്നാടിയാർക്ക് നിഷിദ്ധാണോ? എനിക്കുണ്ടായിരുന്ന ഒരേ ഒരുത്ത നീ വെട്ടി നുറുക്കിയപ്പോ ഞാൻ സഹിച്ചെന്ന് കരുതി, ക്ഷമിച്ചെന്ന് കരുതിയോ നീ? പകരത്തിന് പകരം മാത്രം ചെയ്ത് പക തീർക്കാൻ മന്നാടിയാർ നിന്നെപ്പോലെ നാലാം തരം ക്രിമിനൽ അല്ല. ചത്ത് ശവമായിട്ടേ നീ ജയിലിൽ പുറത്തേക്കണം. അതിനാ ഞാൻ വന്നത്. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ഒരുങ്ങിയിരുന്നോ നീ? കള്ളമാണ്, പച്ചക്കള്ളം. അടിയും പിടിയും റിമാൻഡും എല്ലാം എന്റെ ബുദ്ധി. ഞാൻ എന്റെ അനിയനെ കൊന്നത്. ഇവിടെ ഇപ്പോ അവൻ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാൻ. ഇവിടെ വെച്ചോ? ജയിലിനകത്ത് അവന്റെ ഒരു അഭ്യാസവും നടക്കില്ല മുതലാളി. നമ്പേരെ, മന്നാടിയരെ തനിക്കറിയില്ലേ? വെറുതെയല്ല ഞാൻ അവനെ ഹാഫ് മാൻ ഹാഫ് ലയൺ എന്ന് വിളിച്ചത്. എനിക്കൊത്ത എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ഈ ജയിലിൽ നിന്ന് പുറത്താക്കണമെന്ന്. റിമാൻഡിൽ കഴിയുന്ന അവനെ എന്ത് കാരണം പറഞ്ഞ് ഞാൻ പുറത്താക്കും മുതലാളി? എന്നെ ഒറ്റുകൊടുക്കാൻ തനിക്ക് എത്ര പണം തന്നു മന്നാടിയാർ? ഇല്ല മുതലാളി, ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കില്ല. എങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്ന് മാറ്റണം. എങ്ങോട്ടേക്ക്? ഈ സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യമാണോ മുതലാളി? തന്നെ കൊണ്ട് വയ്യെങ്കിൽ SP രാമദാസിനോട് പറ. രാംദാസ് സാറ് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുക. മുതലാളി അറിഞ്ഞില്ല? എങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിക്കേ. ആഭ്യന്തരമന്ത്രി ഞാൻ വിളിക്കാനോ? വിളിക്കും, താൻ വിളിക്കും. മന്ത്രി കെട്ടുകണക്കിന് പണം കൈനീട്ടി വാങ്ങിയിട്ടില്ലേ? ചെന്ന് വിളിക്കേ. ഹൈദർ മരക്കാർ പറഞ്ഞു എന്ന് പറയാളോട്.